സോ നമ്മൾ റൈഡ് ചെയ്ത് നമ്മളിപ്പോ ഏകദേശം പൂനെക്ക് 120 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. അതായത് പൂനെ എത്താനായിട്ട് ഇനി 120 കിലോമീറ്റർ കൂടി നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ മുംബൈ പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുംബൈ ആകുമ്പോൾ 280 കിലോമീറ്റർ. പക്ഷെ ഈ എന്റെ ഇതിൽ അതായത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 260 ആണ്. അതായത് 25 കിലോമീറ്ററോളം കുറവാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ലൊക്കേഷൻ എന്തെങ്കിലും ഇട്ടുകൊണ്ടായിരിക്കും. മുംബൈയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കണം. അപ്പൊ എന്തായാലും നമ്മൾ മുംബൈ എത്തും. രാത്രി അവിടെ 1 മണി 2 മണി എന്താന്ന് പറയുന്നത് എന്റെ റൈഡിങ്ങിന്റെ ഒരു ഇത് ശരിയല്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ എപ്പോഴും റൈഡിൽ എത്തുമ്പോഴെപ്പോഴും രാത്രിയാണ്. അപ്പൊ ആ ഒരു രാത്രി എത്തുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്ക് ഒന്ന് സ്റ്റേ അന്വേഷിക്കുമ്പോൾ അവർ ആ ഫുൾ ഡേ, അതായത് രാത്രി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് രാവിലെ ഒരു ദിവസം ചെക്കൗട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാവും നമുക്ക്. അപ്പൊ നമ്മൾ ആ മോർണിംഗ് തന്നെ ഇറങ്ങി റൈഡ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. മോർണിംഗ് എത്തിയാലും എനിക്കെപ്പോഴും ഇങ്ങനെ പറ്റാറുണ്ട്. അതായത് ഞങ്ങൾ 12 മണി 1 മണിയാകുമ്പോൾ നമ്മൾ ഒരു ലൊക്കേഷനിലെത്തും, ചെക്ക് ഇൻ ചെയ്യും, രാവിലെ ചെക്കൗട്ട് ആയിരിക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അഡീഷണൽ ചാർജ് കൊടുക്കണം. അതായത് പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസമായിട്ട് കൂട്ടുള്ളൂ. ആ രാത്രി ചെക്ക് ഇൻ ചെയ്ത് രാവിലെ ചെക്കൗട്ട് ഒറ്റ ദിവസമായിട്ടായിരിക്കും അവർ കൂട്ടുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോ മുംബൈ എത്തും നമ്മൾ എന്തായാലും 12 മണി ആ ടൈമൊക്കെ ആവും. ലേറ്റ് ആവും, നല്ല ലേറ്റ് ആവും. 12 മണിയൊന്നുമല്ല, അതിന് കൂടുതൽ ലേറ്റ് ആവും. കാരണം നമ്മളിപ്പോ ഈ ടൈം ഇതിൽ കാണിക്കുന്ന വെച്ച് തന്നെ നമ്മൾ 12:55 ആവും നോർമൽ കേസിൽ. പക്ഷെ എന്നാലും ഞാൻ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ നിർത്തും. കാരണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല പെയിൻ എടുക്കും ബാക്കിലൊക്കെ. അപ്പോ പല സ്ഥലത്തോട് നിർത്തും. അപ്പൊ പിന്നെ സമയം കൂടി വരും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളി റോഡാണ്. ഹൈവേ നല്ല ഉഗ്രൻ ഹൈവേ. നിങ്ങളിപ്പോ കാണുന്നുണ്ടോ? അതായത് 3 ലൈൻ ഹൈവേ ആണ്. മാത്രമല്ല വളരെ സ്മൂത്ത് ഹൈവേ ആണ്. നല്ല ഉഷാറായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ല. അതേപോലെ തന്നെ വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. അതായത് സ്പീഡ് കയറുന്നുണ്ട് വണ്ടിക്ക്. ചില ഹൈവേ ആണ്, നമുക്ക് അത്ര സേഫാണ്. ഇവിടെ ഒരു കറക്റ്റ് ഒരു ലൈൻ പിടിച്ചിട്ടാണ് നമുക്ക് ഈ ട്രക്ക് അതേപോലെയുള്ള വലിയ വണ്ടികളൊക്കെ ലോറിയൊക്കെ പോകുന്നത്. നമുക്ക് വേറൊരു ലൈൻ പിടിച്ചിട്ട് പോകും ചെറിയ വണ്ടികളൊക്കെ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, സേഫാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ സിറ്റി കൂടെ ഓടിക്കണേക്കാളും 100% സേഫ് ഹൈവേ കൂടെ ഓടിക്കുന്നതാണ്. സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്കും മറ്റുള്ള പല സ്ഥലത്തും പല രീതിക്കുള്ള ഡ്രൈവിംഗ് കൾച്ചറാണ്. അതായത് വണ്ടി ഓടിക്കുന്ന സൈഡിൽ കൂടെ കയറ്റും. ഈ കോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ പല സ്ഥലത്തു കൂടെയൊക്കെയാണ് വണ്ടി ഉണ്ട്. അവിടെ ആ ടൗണിൽ കൂടെ ഓടിച്ചപ്പോഴൊക്കെ ഹൈവേ കയറിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. ഏറ്റവും സേഫാണ് നമ്മൾ ഹൈവേ കയറുമ്പോ. എനിക്ക് തോന്നുന്നു ഹൈവേയിലാണ് ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ. ഇത്തിരി സൂക്ഷിച്ചാൽ മതി ഹൈവേയിൽ. അതിനേക്കാളും ഡബിളായിട്ട് സൂക്ഷിക്കുന്നത് നമ്മള് സിറ്റി കൂടെ ഓടിക്കുമ്പോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പീഡ് എടുക്കാം. ഹൈവേ കൂടെ എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകും. സ്പീഡിൽ പോകണമല്ലാണ്, പക്ഷെ ബ്രേക്ക് അതിനനുസരിച്ച് ഉണ്ടാവുക. അല്ലെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു ട്രക്കൊക്കെ വളരെ പതുക്കെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ, അതായത് പതുക്കെ ഓടുന്നു. അത് പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്ലോ ആക്കണം വണ്ടി. സ്ലോ ആക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ശരിക്കും ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ മറ്റേ പയ്യ സിനിമയിലെ ആ പെണ്ണിന്റെ വാക്കും കേട്ട് കാർ എടുത്ത് മുംബൈയിലേക്ക് വിടുന്നതാണ്. അത് ഓർമ്മ വരുന്നത് എനിക്കതാണ്. പയ്യൽ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു നല്ലൊരു റോഡ് മൂവിയാണ് ആക്ച്വലി പയ്യ. അടിപൊളി പടം. അവിടെ അതിന്റെ പാട്ടും എനിക്ക് അതായത് ആ ട്രാവലിലൊരു പാട്ടുണ്ട്, പോകുന്ന വൈകളി ആ ഒരു പാട്ടില്ലേ, കിടിലം പാട്ടാണ്. ഞാൻ എപ്പോഴും ഇപ്പോൾ വണ്ടിയിലൊക്കെ അതായത് കാറിലൊക്കെ പോകുമ്പോഴൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. നല്ല റോഡാണ്. ഇപ്പോ നമ്മൾ പൂനെ എത്തിയിട്ടില്ല ആക്ച്വലി. പൂനെക്ക് പക്ഷെ വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ. 120 താഴെ കിലോമീറ്റേഴ്സ് ഉള്ളൂ. വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ. മുംബൈക്ക് നമുക്ക് 256 കിലോമീറ്റർ. അതായത് ഇനി 5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. 5 മണിക്കൂർ കശ്മീർ ട്രാവൽ ഉണ്ട്. ട്രാവൽ 5 മണിക്കൂർ കൂടും. കാരണം നമ്മൾ ഹൈവേ കൂടെ എത്ര സ്പീഡ് ഓടിച്ചാൽ പോലും നമ്മൾ പല സ്ഥലത്തും, ഞാനിപ്പോ പല സ്ഥലത്തും വണ്ടി നിർത്തുന്നുണ്ട്. അപ്പൊ ആ ടൈം അവിടെ പോകും. അപ്പൊ പെട്ടെന്ന് എത്തല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല തണുപ്പും വരുന്നുണ്ട്, നല്ല രസമുണ്ട് റൈഡ് ചെയ്യാനായിട്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റിങ്, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഹൈവേ ആണ്. ഹൈവേ സൈഡിൽ കൂടെ സർവീസ് റോഡ് പോകുന്നുണ്ട്.
ശരിക്കും എന്റെ ഇതില് ഹൈവേ എന്നല്ല, എവിടെയാണെങ്കിലും ലൈറ്റ് നല്ലത് ശരിക്കും ഗോൾഡൻ ലൈറ്റ്സ് ആണ്. ഗോൾഡൻ എന്നല്ല, യെല്ലോ ലൈറ്റ്സ് ആണ്. കാരണം അതിന്റെ അത്രയും വിസിബിലിറ്റി വേറെ ഒന്നിനും കിട്ടത്തില്ല. വിസിബിലിറ്റി മാത്രമല്ല, ഒരു കാണാൻ തന്നെ ഒരു സ്വർണ്ണ നിറത്തിൽ ആ ഒരു തിളക്കം, അത് നല്ല രസമാണ്. ഗൾഫിലൊക്കെ മൊത്തം ഗോൾഡൻ ലൈറ്റിന്റെ പെരുന്നാളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ലൈറ്റുകളില്ലാത്തൊരു സ്ഥലവും ഇല്ല. കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെയൊക്കെ പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയ ഉണ്ടാവില്ല. അത്രയും മാത്രമല്ല അത് വർക്കിംഗ് ആയിരിക്കും അത്ര. അവിടെ ഇലക്ട്രിസിറ്റി ഒക്കെ പോകുന്നത് തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അതായത് കറണ്ട് പോകുന്നതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് എന്നല്ല, വീട്ടിലാണെങ്കിൽ പോലും കറണ്ട് പോകുന്ന സംഭവമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ഹൈവേ ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയില്ല. നല്ല നീറ്റ് ഹൈവേ, നല്ല അടിപൊളി. അത്രയും എന്താ പറയാ, നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹൈവേ, അത്രയും സ്പീഡ് കേപ്പബിൾ ആയിട്ടുള്ള. കാരണം നമുക്ക് പലപ്പോഴും ഹൈവേ ഉണ്ടെങ്കിൽ പോലും അവിടെ അത്യാവശ്യം കട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയിൽ ചെറിയ ഇതുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വാഹനത്തിന്റെ ആ ഒരു സ്പീഡിനെ ബാധിക്കും. അതുപോലെ നമുക്ക് ഓടിക്കുമ്പോഴും ഒന്ന് രണ്ട് ഇതാകുമ്പോൾ നമ്മൾ പിന്നെ സ്ലോ ആക്കും. ഈ ഹൈവേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പത്തേക്കൊരു അടിപൊളി ഇത്, അതായത് ഒരു ടാർ ചെയ്തേ റീടാർ ചെയ്യുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിക്കുമ്പോ ഭയങ്കര എഫക്റ്റ് ചെയ്യും വണ്ടി ഓടിക്കുമ്പോ. എനിക്ക് അവിടെ നിന്ന് കിട്ടി. അവിടുന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു തട്ട് കിട്ടി. തട്ടല്ല, ഒരു ഇതായി വണ്ടി ഒന്ന്. ഹൈവേയിലേക്ക് കയറുന്ന റോഡാണ്, സർവീസ് റോഡിൽ ഇല്ല ആക്സിഡന്റ്. ഒരു വെറൈറ്റി രസമുള്ള വണ്ടിയല്ലേ. എനിക്ക് ബാക്കിൽ എമർജൻസി ഇതൊന്നും AR എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് ആയിരിക്കോട്ടെ. AR ടൂറിസ്റ്റ് വണ്ടിയാണ്. ഇവിടെയൊക്കെ സിറ്റിയാണ് കേട്ടോ, അടിയിലൊക്കെ സിറ്റിയാണ്. സ്ഥലം ഏതാണ് ഇത്? ഏകദേശം നമ്മളിപ്പോ പരിപാടിയോ അങ്ങനെ സ്ഥലത്തിന്റെ പേര് അവിടേക്ക് എത്തി. കേട് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങൾ. അതൊക്കെ നിർത്തണം, കുറച്ചധികം നേരത്തേക്ക് നിർത്താൻ ഞാൻ വണ്ടി. കാരണം പറ്റണല്ലോ എനിക്ക്. ബാക്കില് ഭയങ്കര മൂട് വേന, അങ്ങനെ തന്നെ പറയണം. പെയിൻ. അതൊക്കെ നമുക്ക് റൈഡ് ചെയ്ത് എവിടെയെങ്കിലും കടകൾ കാണുന്ന സ്ഥലത്ത് നിർത്തണം. ശരി, സർവീസ് റോഡ് കയറി. കുഴപ്പമില്ല. മുംബൈ 271 കിലോമീറ്റർ, പൂനെ 109 കിലോമീറ്റർ. അല്ലെ പിന്നെ പൂനെയിൽ എത്തിയിട്ട് കുറെ നേരം എവിടെയെങ്കിലൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പതുക്കെ മുംബൈക്ക് വിടണം. എന്തൊക്കെ വന്നാലും രാത്രി 2-3 മണിയാവും. അങ്ങനെയാണെങ്കിൽ തന്നെ നോർമൽ കേസിലാണെങ്കിൽ പോലും 1 മണി കഴിയും നമ്മൾ എത്തുമ്പോ. എന്താണെന്നറിയില്ല കേസ്, എപ്പോൾ എത്തുമ്പോൾ നമ്മൾ ആ ഒരു ടൈം ആവണം, രാത്രിയാവും. അതായത് എന്റെ കുഴപ്പം തന്നെയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് എഴുന്നേച്ച് വീഡിയോ കുറെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഈ വീഡിയോ എഡിറ്റിങ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഭയങ്കര ടൈം ടേക്കിംഗ് ആണ്. മാത്രമല്ല വൈഫൈ ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ ഡാറ്റ ആണല്ലോ, അപ്പോൾ ഭയങ്കര സ്ലോ ആണ് മൊബൈൽ ഡാറ്റ. നമ്മൾ 5G ആണ്, പക്ഷെ എന്നാൽ പോലും ആ ഒരു സ്പീഡ് കിട്ടണില്ല എനിക്ക്. കാരണം ഞാൻ ഈ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ട് ലാപ്പ് മാക്ബുക്ക് ആണല്ലോ, അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ പലവരും എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എഡിറ്റിങ് അത്ര ഇതില്ല. ബിക്കോസ് ഞാൻ അത്ര എഡിറ്റിങ്, പിന്നെ അതിന് മാത്രം എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ. ഒരു മോട്ടോ വ്ലോഗ് പോലെ നമ്മൾ ട്രാവലാണ് ഇതാക്കുന്നത്. പിന്നെ എനിക്ക് മുംബൈ ശരിക്കും കാണുന്നുണ്ട്. ഒരു 2 ദിവസമെങ്കിലും മുംബൈ നിൽക്കാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം, അതായത് ഇന്ന് നൈറ്റ് എത്തിക്കാന്ന് പിറ്റേ ദിവസം കൂടി എങ്കിലും നിന്നിട്ട്. പിന്നെ മാത്രമല്ല ഡ്രസ്സൊന്നും അലക്കണം. ഡ്രസ്സ് ഓൾറെഡി നമ്മൾ ഗോവയിൽ നിന്ന് അലക്കിയതാണ്, പക്ഷെ എന്നാലും ഡ്രസ്സ് അലക്കണം.
ഡ്രസ് അലക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇവിടെ ടൈഡ് മേടിച്ചിട്ടാണ് അതിൽ അലക്കിയത്. ടൈഡ് പോരാ, പൊടി പോരാ. നമുക്ക് സൾഫർ ഇട്ടിട്ട് തന്നെ സർഫെക്സൽ ഇട്ടിട്ട് തന്നെ കഴിയണം. കാരണം ഈ പൊടിയുടെ ഞാൻ പറയാൻ കാരണം നമുക്ക് ആ ഒരു വൃത്തി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല ആക്ച്വലി. ഇനി എന്റെ കൈകൾ കൊണ്ടാണ് അറിയില്ല. ഞാൻ സാധാരണ അലക്കാറൊന്നുമില്ല, ആദ്യമായിട്ടാണ് അലക്കണമെന്ന്. അതിന്റെ ആയിരിക്കും. കുറെ പേര് കൈ കാണിക്കാൻ നിൽക്കണ്ട. ബാക്കിലും ഇതുണ്ട് കൈസ്, നമ്മള് ബാഗൊക്കെ ഇരിക്കണേ. നമുക്ക് ലിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല ആർക്കും. പിന്നെ കൊടുക്കുന്നതൊക്കെ ഓരോ റിസ്കില്. പിന്നെ എനിക്ക് ലിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒന്നല്ല, എനിക്ക് ലിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ലിഫ്റ്റ് അടിച്ചിട്ടില്ല. ഇവിടെ അടിക്കേണ്ട ആവശ്യമുള്ളൂ, വണ്ടി ഉണ്ടല്ലോ. നാട്ടിലൊക്കെ ലിഫ്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലിഫ്റ്റ് ആകെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഹെൽമെറ്റ് വേണം കയ്യിൽ, അത്രേ ഉള്ളൂ. ഹെൽമെറ്റ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലിഫ്റ്റ് കിട്ടും അവിടെയൊക്കെ, നാട്ടിലൊക്കെ. അല്ല, അടിപൊളി ഹൈവേ. ഇവിടെ കുറെ പലഹാരങ്ങളുടെ കടയുണ്ട് കേട്ടോ. കുറെ പേട അങ്ങനെയുള്ള പലഹാരങ്ങളുടെ ഇതുണ്ടോ, ബൈ വൺ പേട ഗെറ്റ് 20-50 അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കടകളുണ്ട്. വലിയ സ്ട്രെച്ചുള്ള കടകളാണ്. മെക്ഡൊണാൾഡ് ഒക്കെ ഉണ്ട് ഇവിടെ. മെക്ഡൊണാൾഡ് ഉണ്ട്, KFC ഉണ്ട്. മറ്റേ KFC കയറിയാലോ. KFC ഇവിടെ കയറാന്ന് പറയുന്നത് എന്റെ മെയിൻ ഉദ്ദേശം അവിടെ ഒരു വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് ഇരിക്കാനും അവിടെ തിങ്സ് സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും. അതാണ് മെയിൻ കാര്യം. വേറെ സ്ഥലത്ത് അങ്ങനെ പറ്റത്തില്ല. ചെറിയ കടകളിലൊക്കെ കയറിക്കാൻ ആ ഒരു ഇതില്ല. മാത്രമല്ല അവര് എത്രയും പെട്ടെന്ന് ഇറങ്ങി നമ്മൾ പോകാനായിട്ട് കാത്തിരിക്കണം. മെക്ഡൊണാൾഡിൽ ഒരാളില്ല. KFC ഉണ്ട്. അങ്ങോട്ട് കേട്ടോ. അല്ലേ, KFC കയറണം. ഇവിടെ ചിക്കിങ് അധികം ഇല്ല കേട്ടോ. ചിക്കിങ് വളരെ കുറവാണ്. ശരിക്കും ഇവിടെ ചിക്കിങ് ശരിക്കും ഒരു മലയാളിയുടെ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത്. മലയാളി എന്ന് പറഞ്ഞപ്പോൾ ഒരു UAE ബേസ്ഡ് ആണ്. അതായത് UAE തുടങ്ങിയ മലയാളി സംരംഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കിങ് കേരളത്തിൽ വളരെയധികം കൂടുതൽ കാണുന്നത്. പക്ഷെ വേറെ സ്ഥലത്ത് നോർത്തിലേക്കൊക്കെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ചിക്കിങ് എവിടെയും. എന്തായാലും നോർത്തിലേ ഉണ്ട്, പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഇവിടെയാണ് ബൈക്ക് പാർക്കിംഗ്. ഗവർമെന്റ് അടിപൊളി. നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴിക്കാം. സോ ഗൈസ്, നമ്മൾ KFC ഇറങ്ങി. 200 നമ്മൾ വണ്ടി അടിക്കണം. 260 രൂപയുടെ ഒരു പാക്കേജ് ഗൈസ്. ഒരു കോംബോ, ഒരു ബർഗർ, ഒരു കുറെ ഫ്രൈസ്, പിന്നെ ഒരു കോള, ഒരു പാക്കേജ്. അത്യാവശ്യം നല്ല വലിയ KFCയുടെ ഷോറൂം. വലിയതൊന്നല്ല, അത്യാവശ്യം നല്ലൊരു ഷോറൂം. സത്തറ എന്നൊരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നതായിരിക്കും. സത്തറ അതിന്റെ ഇവിടെ നിന്ന് പൂനെ അടുത്താണ് ശരിക്കും സ്ഥലം.